ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രഡീഷണൽ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. സാരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏറ്റവും ആദ്യം സാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നതോ കാഞ്ചീപുരം സാരീസും. ബോഡിയിൽ ഫുള്ളായിട്ട് ചെക്ക് വീവിങ് പാറ്റേൺ, അത് നമ്മൾ സാധാരണ കാണുന്ന കോലം ചെക്സ് അല്ല, കുഞ്ഞു കുഞ്ഞ് ചെക്സ് പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. ചെക്കെന്നും പറയാൻ പറ്റത്തില്ല, ഒരു റെക്റ്റാങ്കിൾ ലൈൻ വീവിങ് പാറ്റേണിനകത്ത് വന്നിരിക്കുന്ന സാരീസാണ്. അതുകൂടാതെ തന്നെ ട്രഡീഷണലായിട്ട് ബ്രൊക്കേറ്റ് പാറ്റേൺസിലൊക്കെ കാണുന്ന പോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബൂട്ടാസ് ഇച്ചിരിയും കൂടെ ഇതായിട്ടും കാണാൻ പറ്റുന്ന സാരിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസിലൊക്കെ വരുന്ന പോലത്തെ നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിങ്ങുമാണ് ഈ സാരിയിൽ വന്നേക്കുന്നത്. ടെമ്പിൾ ബോർഡർ ഡീറ്റെയിലിങ്ങും സിക്സാഗ് വീവിങ് പാറ്റേണും നമ്മുടെ ഗുങ്കുറു പാറ്റേണും ഒക്കെ വീവ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡറും. അപ്പം ഈ സാരി വന്നിരിക്കുന്നത് SME 129 എന്ന കോഡിലാണ്. ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന അഹം ഡെയിലി കളക്ഷൻസിൻ്റെ പേജിലാണെങ്കിൽ നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ പേജും അഹം കാഞ്ചീപുരം സാരീസിൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് സാരീസ് ഞാൻ പേഴ്സണലി ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് സിമ്പിളായിട്ട്, ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആണ് ഫംഗ്ഷൻ, ഇപ്പോൾ ബ്രൈഡിന് എൻഗേജ്മെൻറ്റിന് കൊടുക്കാനായിട്ട് സിമ്പിൾ സാരി വേണം, എനിക്ക് ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ള ലുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ആൻഡ് നമ്മൾ മന്ത്രകോടിയായിട്ട് ചൂസ് ചെയ്യാനായിട്ടാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഒരു ഡിഫറൻസ് എന്താ വേണ്ടതെന്ന് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സാരി. ഇതാണ് ഫുള്ളായിട്ട് സാരിയിൽ വന്നേക്കുന്ന ലുക്ക്. അപ്പർ പോർഷനിലും ലോവറിലും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ആ ബോർഡേഴ്സ് നമ്മൾ ഓൾറെഡി കാണിച്ചതുപോലെ തന്നെ നല്ല റിച്ചായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ ബോർഡറിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്നത്. ആ ഒരു ബാവഞ്ചി പാറ്റേണിലൊക്കെ വരുന്നത് പോലത്തെ ഒത്തിരി ജോമെട്രിക്കലോ ഫ്ലോറലോ ഡിസൈൻസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, റിച്ച് എലിഗൻറ്റ് പല്ലു, സട്ടിലായിട്ട് നിൽക്കുന്ന റിച്ച് എലിഗൻറ്റ് പല്ലു. ഇതിനകത്ത് ആ ഒരു ആൻറ്റിക് ജെറിയുടെയും കോപ്പർ ജെറിയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ജക്കാർഡ് വീവിങ് പാറ്റേണിൽ തന്നെയാണ്. ഡയഗണലായിട്ട് നിൽക്കുന്ന വീവിങ് ഡീറ്റെയിലോട് കൂടി വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ സാരിയാണ് നമ്മളിപ്പം കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസിനകത്തും ആ ഒരു മെറൂൺ കളറിൻ്റെ ആ ഒരു എൻഡിങ് പോർഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ബേസ് കളർ വന്നേക്കുന്നത് വൈൻ മെറൂൺ കളറാണ്. അതായത് ഒരു ഇത് കണ്ടോ, ഈ ടാസിൽസിൽ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ഇതായിട്ട് കാണാൻ പറ്റും. അത് വൈൻ മെറൂൺ ആണ് ഇതിനകത്തെ കളർ ഷെയ്ഡ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലാണ് വന്നേക്കുന്നത്. അപ്പം ഹൈറ്റ് ഉള്ളവർക്കും കുറഞ്ഞവർക്കും ഡയമണ്ട് ജ്വല്ലറിയുടെ കൂടെയും അതുപോലെ തന്നെ എമറാൾഡിൻ്റെയും സെമി പ്രഷ്യസിൻ്റെ ഡിസൈനർ ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ബ്രൈഡ്സിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ബ്രൈഡ്സിന് മാത്രമല്ല, അപ്കമിങ് ബ്രൈഡ്സ് ഫംഗ്ഷൻസിന് പോകുന്നവർക്കും ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സിനും ഒക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 16,839 ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ സാരി വർത്ത് ബൈയിങ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക.